നമ്മളിപ്പോൾ ഉള്ളത് കർക്കിടക മാസത്തിലാണല്ലേ. ഈ കർക്കിടക മാസത്തിലെ കഞ്ഞി ഭയങ്കര ശ്രേഷ്ഠതയുള്ളൊരു സംഭവമാണ്. കാരണം നവരയൊക്കെ ഇട്ട് അത് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടുള്ള കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അത് വിപണിയിലൊക്കെ അതിൻ്റെ പാക്കറ്റിൽ നമുക്ക് അതിൻ്റെ പൗഡർ വാങ്ങിക്കാനായി കിട്ടും. അത് അരിയിൽ ഇട്ട് അല്ലെങ്കിൽ ഞവരയിലൊക്കെ ഇട്ട് കലക്കി കുടിക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. പക്ഷേ അതിലുപരിയായിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അതായത് അതിൻ്റെ സത്തെല്ലാം കിട്ടുന്ന രീതിയിൽ നമുക്ക് പറമ്പിലും പാടത്തൊക്കെ പോയി ഇതിന് 68 ഇനം പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പച്ചമരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കർക്കിടക കഞ്ഞി ഈ കർക്കിടക മാസത്തിൽ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഈ സമയം എന്ന് പറഞ്ഞാൽ മഴയിൽ നിന്നും അല്ലെങ്കിൽ വെയിലിൽ നിന്നും മഴയിലേക്ക് മാറുന്ന ഇത് രണ്ടും കൂടി ചേർന്നൊക്കെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പനിയും ചുമയും പോലുള്ള പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത്. അപ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുള്ള വിഷാംശങ്ങൾ എടുത്തു കളയുകയും തുടങ്ങി അങ്ങനെ ഒട്ടനവധി നമ്മൾ പറഞ്ഞാലും തീരാത്തത്ര ഗുണങ്ങൾ സവിശേഷതകൾ ഈ കഞ്ഞിക്കുള്ളതാണ്. അപ്പോൾ ആ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാവുന്ന രീതിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ് ട്രിപ്പം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് പൂവാങ്കുറുന്തൽ അല്ലെങ്കിൽ പൂവാങ്കുറുന്നില എന്നൊക്കെ പല പേരിലും പറയുന്നുണ്ട്. ഇതാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. അതായത് മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ നല്ല സംഭവമാണിത്. ഇത് കണ്ടോ, ഇത് തഴുതാമ എന്നാണ് ഇതിന് പറയുന്നത്. അത് സംബന്ധമായിട്ടുള്ള അതിനൊക്കെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു മരുന്നാണ് ഈ കുറുന്തോട്ടി എന്ന് പറയുന്നത്. ഇതങ്ങോട്ട് നമ്മൾ കുറച്ചടിക്കുക. അടുത്ത് നമ്മൾ തൊട്ടാവാടിയാണ് ഇപ്പോൾ നമുക്കടുത്ത് വേണ്ടത്. മഞ്ഞപ്പൂവോടുകൂടി കാണുന്നതാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ സവിശേഷ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇതാണ് കൊടിയാമണക്ക്. പേരയിലയാണ്. പേരയിലയുടെ ഗുണം നമുക്കറിയാമല്ലോ. ഇതാണ് ഒരു ചെവിയൻ അല്ലെങ്കിൽ നമ്മുടെ മുയൽ ചെവിയൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഈ മരമായിട്ട് കാണുന്നത് ഇതാണ് കരിനെച്ചി എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. വയലറ്റ് കളറാണ്. കരിനെച്ചി എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ആടലോടകം എന്ന് പറയുന്നത്. ഇതാണ് കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ കാടുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഒത്തിരി കാണാവുന്നതാണ്. പടയാറ എന്നാണ് ഇതിന് പറയുന്നത്. കുടകൻ എന്നുമാണ് ഇതിന് പറയുന്നത്. ഇതാണ് കുപ്പേ കുഞ്ഞൻ അല്ലെങ്കിൽ കുപ്പമേനി എന്നൊക്കെ എന്ന് പറയുന്നത്. ഈ പനിക്കൂർക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സ്ഥലങ്ങളിലും ഉള്ളൊരു സംഭവമാണിത്. കാരണം പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക, നവര, കർപ്പൂരവള്ളി എന്നൊക്കെ ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നതാണ്. ഇതാണ് വാതക്കൊടി എന്ന് പറയുന്നത്. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് എല്ലാം ഇത് നല്ലതാണ്. ഇത് പേരാണ് പുളിയാറില എന്നാണ് പറയുന്നത്. അതായത് പേര് പോലെ തന്നെ ഭയങ്കര പുളിയാണ്, അമ്ലരസമുള്ളതാണ് ഇത്. ഇതാണ് കയ്യൊന്നി എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഈ ഒരു കഞ്ഞിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബലിക്കറുക എന്നാണ് ഇതിന് പറയുന്നത്. വാത പിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെയും ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് കല്ലുരുക്കി എന്നാണ് ഇതിൻ്റെ പേര്. അത് പേര് പോലെ തന്നെ മൂത്രത്തിൽ കല്ലിനൊക്കെ നല്ലതാണ്. ഇതിന് നിലപ്പന എന്നാണ് പറയുന്നത്. നീളത്തിലുള്ള ഒരു ഇലയും ചെറിയൊരു കിഴങ്ങാണ് ഇതിനകത്തുള്ളത്. ഈ കിഴങ്ങിനാണ് ഇതിൻ്റെ യഥാർത്ഥ ഗുണമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തുളസി, തന്നെ തുമ്പച്ചെടി. ഇതിനകത്ത് ചേർക്കുന്ന വേറൊരു ഐറ്റം എന്ന് പറയുന്നത് കൊടിഞ്ഞാലി. കൊടിഞ്ഞാലി എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ കൂമ്പലയാണ്. അതിൻ്റെ ചെറിയ തണ്ടും കുഞ്ഞില അതിനൊക്കെയാണ് കൊടിഞ്ഞാലി എന്ന് പറയുന്നത്. ഈ കുരുമുളക് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് നമ്മുടെ കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ പ്രധാന ആള് വാപ്പിച്ചിയാണ് കേട്ടോ. വാപ്പിച്ചി ഉമ്മച്ചിയും കൂടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മരുന്ന്. 10 ദിവസവും നമ്മളിത് ചെയ്യാറുള്ളതാണ്. അതിൻ്റെ പരിപാടിയിലാണ്. പറമ്പുകളിൽ നിന്നും അതുപോലെ തന്നെ പാടത്തു നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കളക്ട് ചെയ്ത സംഭവമാണ്. ഇതിലിനി വല്ല പുഴുക്കളോ പ്രാണികളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇലകളൊക്കെ നല്ലതാണോ എന്നൊക്കെ തിരിഞ്ഞ് നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മൾ ഓരോ ഇതിൻ്റെ അളവനുസരിച്ച് മാറ്റിയിട്ട് വേണം അടുത്ത കഞ്ഞിയിലേക്ക് കിടക്കാനായിട്ട്. നമ്മുടെ ഈ കർക്കിടക കഞ്ഞിയിൽ 68 തരം പച്ചമരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. എന്തിന് ഈ ഒരു ചൊറിയൻ വരെയും അതിനകത്ത് ഔഷധക്കൂട്ടിൽ വരുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത മരുന്ന് ചെടികൾ നമ്മൾ അത് പല കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നമ്മളത് നന്നായിട്ട് അരച്ചടിക്കുകയാണ്. സാധാരണ ഇത് ഇടിച്ച് ചതഞ്ഞ് പിഴിഞ്ഞൊക്കെയാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യവും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സത്തും കിട്ടേണ്ടത് കൊണ്ടും നമ്മൾ ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നതിന് പകരം അത് മിക്സിയിലിട്ട് അരച്ച് അതിനെ പിഴിഞ്ഞ് നമ്മൾ അതിൻ്റെ നീര് അടിക്കുകയാണ് ചെയ്യുന്നത്. മരുന്ന് കഞ്ഞിക്ക് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് ഈ ഞവര അരി തന്നെയാണ്. കാരണം ഒത്തിരി ഗുണങ്ങളുള്ള സവിശേഷതകളുള്ള അരിയാണ് ഞവര അരി. അപ്പം ഇതാണ് നമ്മളെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴുകി നമ്മൾ നേരെ കലത്തിലേക്ക് ഇടാൻ പോവുകയാണേ.
അങ്ങനെ നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിരിക്കുകയാണ്. മൺകലമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മളിപ്പം ആ പച്ചമരുന്നുകളെല്ലാം കൂടി നമ്മൾ പിഴിഞ്ഞെടുത്ത അരച്ച് എടുത്ത ആ വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളത്തിലേക്കാണ് ഞവര അരി നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. നമ്മൾ കഴുകിയ ആ ഞവര അരി നേരെ ഈ മരുന്ന് വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആശാളിയും ജീരകവും ഉലുവായും കൂടി ചേർക്കുകയാണ് കേട്ടോ. എന്ത് പാകമായിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കഞ്ഞി. അതിൻ്റെ കളറ് കണ്ട. ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് അരച്ചെടുത്തതും അതോടൊപ്പം തന്നെ ജാതിക്കായും നല്ല ജീരകവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ അരച്ച് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പം കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കാൻ പോവുകയാണേ. ഇനി ഇതിൻ്റെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ സംഗതി സെറ്റായി. അങ്ങനെ നെയ്യിൽ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് താളിച്ചെടുക്കുകയാണ്. ഇതും കൂടി നമ്മളതിൽ ചേർക്കണം. അങ്ങനെ നമ്മൾ താളിച്ച ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് കഞ്ഞിയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് തിളപ്പിക്കരുത്, തിളപ്പിക്കാതെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ കഞ്ഞി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അമ്മാങ്കുട്ടനും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഈ കഞ്ഞി ഇനി നമ്മൾ കുടിച്ച് നോക്കട്ടെ. എന്നാൽ സൂപ്പർ ടേസ്റ്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കാരണം ഒരുവിധം ഉള്ള എല്ലാ പച്ചമരുന്നുകളും ഇതിനകത്തുള്ളതാണ്. ഇത് അടുപ്പിച്ച് 10 ദിവസം, അതായത് കർക്കിടക മാസത്തിൽ 10 ദിവസമെങ്കിലും, ചിലപ്പോൾ ചിലർ 7 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഒരു മുഴുവൻ ദിവസം കുടിച്ചാൽ അത്ര നല്ലത്. ഇല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലൊക്കെ നമ്മൾ വർഷത്തിൽ ഒരു 10 ദിവസമെങ്കിലും ഇത് കുടിക്കുന്ന ഒരു ശീലം കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത് വിപണിയിൽ ഇതിൻ്റെ പൊടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എത്രത്തോളം ആ പൊടികൾക്ക് ഗുണമുണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ തന്നെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പറമ്പിലും പാടത്തൊക്കെ പോയി കിട്ടുന്നത്, ഇപ്പം 68 ഇനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് 10 ഉള്ളൂങ്കിൽ 10 എണ്ണം, ആ 10 ഐറ്റം വെച്ച് ചേർത്താണെങ്കിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ എത്ര പൈസ നമ്മൾ മുടക്കിയാലും എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു ദിവ്യ ഔഷധം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.